ഒരു വക പതിനിശയിലെ അടുത്ത പാർട്ടിസിപ്പൻസ് മറ്റാരുമല്ല, ഒറ്റയിരിപ്പിൽ 10 ഫുൾ ഒരുമിച്ച് അടിച്ചു തീർത്ത നമ്മുടെ OPR മോനായിയും അദ്ദേഹത്തിന്റെ അമ്മയുമാണ്. വെൽക്കം മിസ്റ്റർ OPR മോനായി എന്റെ അമ്മ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ചേട്ടന്റെ നാട് എവിടെയാണ്? ഇതൊരു പാട്ടിന്റെ പരിപാടിയല്ലേ? അതെ. അപ്പൊ നമുക്കൊരു പാട്ടിൽ കൂടെ തന്നെ അത് പറയുന്നുണ്ട്, കുഴപ്പമൊന്നും. ആയിക്കോട്ടെ, ഒരു പാട്ടിലൂടെ ആവാം. എന്നെ പിടിച്ചു നിന്ന് പറഞ്ഞ അല്ലേ? വേണ്ട, ഇരുന്ന് പാടിയാ മതി. ശ്വാസം കിട്ടത്തില്ല, അതാണ്. ഓക്കെ. എന്റെ നാട് കുട്ടനാട്, ഡെയിലി ഞാൻ അടിക്കും വാറ്റ്. എന്റെ നാട്ടിൽ നാടൻ വാറ്റ്, വാറ്റടിച്ചാൽ പൂരപ്പാട്ട്. പൂരപ്പാട്ടാണ് ഭയങ്കര പൂരപ്പാട്ടാണ്. വളരെ നന്നായിരിക്കുന്നു, നല്ല പാട്ടാണ്. ഇത് അമ്മയല്ലേ? അമ്മ അല്ല, ഇതെന്റെ മോനാണ്. അല്ല, ഇത് മോനല്ലേ? ഇതെന്റെ അമ്മയാണ്. ഇത് അമ്മ. എന്നെ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പൊ ഞാനൊരു പാട്ട് പാടാം. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു പാട്ടാണ്. ആയിക്കോട്ടെ. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു നല്ല തോലുണ്ട് തൊട്ടാൽ ചിരിക്കുന്നതല്ല, മേളത്തഴമ്പുള്ളലല്ല. കോലുണ്ട് തൊട്ടാൽ തുളുമ്പുന്നതല്ല, മേളത്തഴമ്പുള്ളലല്ല. അതാണ് നമ്മുടെ ചോദ്യം. ഈ കാട്ടിലെ മാരാരുണ്ടാക്കിയത് എന്താണ്? അതെ, ഞാൻ 3 ഓപ്ഷൻസ് തരാം. ചെണ്ട, മണ്ട, വെണ്ട. ചെണ്ട കമ്പ്യൂട്ടർ ആണല്ലോ അല്ലേ? കമ്പ്യൂട്ടർ പറയാലോ അല്ലേ? ചേട്ടൻ പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ്. ചെണ്ടയാണ്. ചേട്ടന് ഇപ്പോ ₹1.75 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. കീപ് ഇറ്റ് അപ്പ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേട്ടാ, ഇപ്പോ പത്രത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഈ കള്ള് ഷാപ്പിലെ കള്ളുടിയന്മാരുടെ മക്കൾക്ക് ഈ പുസ്തകവും യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുതലാളി, അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇപ്പൊ ഞാൻ കാര്യം ചോദിച്ചു, ഈ ചിരുക്കോട്ടിന് ഈ പരിപാടി നടത്തിട്ട് കിട്ടുന്ന പൈസ ഒക്കെ കൊണ്ട് എവിടെ ഇടുന്നത്? ഞാൻ ബാങ്കിൽ കൊണ്ടിടും. ബാങ്ക് കൊണ്ടിടും. അതെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാങ്കാണ്. അവിടെ കൊണ്ട് പൈസ ഇടുന്നു, അവർ പുസ്തകം കൊടുക്കുന്നു, ബാങ്ക് കൊടുക്കുന്നു. അതെ, നിക്ഷേപം നിങ്ങളുടെ നിക്ഷേപം അതല്ലേ? ഇപ്പൊ നേരത്തെ കുടിച്ചത് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് ബുക്ക് കിട്ടുമല്ലോ, ഞാൻ ഇവനെ കുടിക്കാൻ പറഞ്ഞേക്കണം. അതെ. പക്ഷെ ഇവൻ ഒടുക്കത്തെ കൂടിയാണ്. ഇവനൊരു 10ന്റെ പൈസ ഇന്നമ്മയെന്നും പറഞ്ഞിട്ട് തന്നിട്ടില്ലട്ടാ. എനിക്കൊട്ടും വേണ്ടതാനും ഞാനുള്ള കാര്യം വന്ന് പറയുകയാണ്. അല്ല സാറില്ല, ഈ മത്സരത്തിൽ നിന്ന് ഇടുന്ന പൈസ മുഴുവനായിട്ട് അമ്മയ്ക്ക് തരുമല്ലേ? അത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കണത്. ഇവ കുടിച്ച് നശിപ്പിക്കുമെന്ന് അറിഞ്ഞൂടെ ഇനി. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം. അടുത്ത ചോദ്യമാണ്. വെള്ളിച്ചില്ലം വീതറി തുള്ളി തുള്ളി ഒഴുകും, വെള്ളിച്ചില്ലം വീതറി. എന്ത് വെള്ളിയാണ്? പണ്ടാറ വെള്ളി കൊട്ടക്കിടക്കിനാണ്. ഞാനൊരു കാര്യം ചെയ്യണം, വെള്ളിയാഴ്ച പുറത്തിറങ്ങരുത്. വെള്ളി വീഴാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണ് പറയുന്നത്. അതെ. പിന്നെ വെള്ള വസ്ത്രം എടുക്കരുത്, വെള്ളിപ്പാത്രത്തിൽ ഊണ് കഴിക്കരുത്. അങ്ങനെ വെളിക്കിരിക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? എന്തൊക്കെ പറയണേ. ചേട്ടാ, വേറെ ചോദ്യം ചോദിക്കണം. ഈ നമ്മുടെ കള്ളും വാറ്റും നമ്മുടെ സ്കോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെ, അതും പാട്ടായിട്ട് പറഞ്ഞു. നന്നായിട്ട് പാടണം കേട്ടോ. വെറുതെ പഠിക്കോ. കള്ളിനുള്ളിൽ വാറ്റാണ്, കളറ് കയറ്റിയാൽ സ്കോച്ചാണ്, വാറ്റടിച്ചാൽ പോക്കാണ്. തീർച്ചയാ വളരെ മനോഹരമായിട്ടുണ്ട് പാട്ട്. കറക്റ്റാണ് പറഞ്ഞത്, പാട്ടിലൂടെ പറഞ്ഞത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടാണ്. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ ലാലേ,
നിന്ന് കിണുങ്ങാതെ ഒന്നുകൂടെ പൊരുലാലേ. ഈ മോഹൻലാലിന്റെ ശബ്ദത്തിൽ പാട്ടുപാടിയാണോ ഈ ലാലിനോട് ഇത്ര? ലാലേ എന്ന് പറഞ്ഞ അതല്ല, അത് ഞാൻ ഫില്ല് ചെയ്തതാ. അതായത് അതെ, അതാണ് നമ്മുടെ ചോദ്യവും. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ ലാലേ. അതാണ് ആ ലാലേ വരുന്ന സ്ഥലത്ത് എന്താണ് കറക്റ്റ് വേർഡ് വരുന്നത്? ഞാൻ 3 ഓപ്ഷൻസ് തരാം. വാവ, പാവേ, ഗോവേ. ഇതിലേതാണ് വരുന്നത്? ശ്രദ്ധിച്ച് പറയണം കേട്ടോ. വാവേ. വാവേ കമ്പ്യൂട്ടർ പറയാലോ അല്ലേ? വളരെ കറക്റ്റ് ആണ്. എന്ത് പറഞ്ഞാലും റേഷൻ കടയിൽ നിന്ന് വളരെ കറക്റ്റ് ആണ്. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്ന് കിണങ്ങാതെ ഒന്നുകൂടെ പൊരുവാവേ. അതാണ് വളരെ കറക്റ്റ് ആണ്. പറഞ്ഞാലും ഞാൻ ഡെയിലി അടിക്കും സ്മോള്, പറഞ്ഞാലും ഡെയിലി അടിക്കും സ്മോള്. ഇവന് അടിക്കണ കാര്യം മാത്രമേ ഉള്ളൂ, വെള്ളം മൂഞ്ചണ കാര്യം മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ മനോഹരമായിരിക്കുന്നു. കറക്റ്റാണ് ചേട്ടൻ. അപ്പൊ 4 രൂപ 75 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അതെ, എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം കൂടി തരാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ അതിനു മുമ്പ് അമ്മയ്ക്ക് കളയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഈ തള്ളക്ക് അയൽവക്കത്തോടെ പോയിട്ടില്ല, അതറിയോ? വേറെ സംഭവം കേട്ടോ. ഇവര് നെഞ്ചത്ത് കൈവച്ച് എന്ത് പറഞ്ഞാലും അത് നടക്കും. അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ച് എന്ത് പറഞ്ഞാലും അത് അച്ചട്ടായിരിക്കും. ആണോ? അതിന്റെ വല്ല ഉദാഹരണങ്ങൾ വല്ലതും ഉണ്ടോ? ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ. ഒന്ന് പറഞ്ഞ വളരെ. അതായത് എന്റെ മൂത്ത മോന് പിള്ളേരില്ല, 10 വർഷമായി കല്യാണം കഴിച്ചിട്ട് പിള്ളേരില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ് എന്റെ മോനൊരു കുഞ്ഞിക്കാല് കാണണെന്ന്. പിറ്റേ വർഷം എന്റെ മരുമോള് പ്രസവിച്ച് ഒരു കുഞ്ഞിക്കാല് മാത്രം. അതുപോലെ വേറെ സംഭവം, അതില് മൂത്ത മോൻ ശബരിമല പോകാൻ പിള്ളേരും മക്കളായിട്ട് പുറത്തിറങ്ങി അയ്യപ്പ സ്വാമിയെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ് എന്നെ മക്കളൊന്നും വരുത്തല്ലേ, ഇതേ വരെ വന്നിട്ടില്ല, 10 വർഷമായി പോയി. അതുപോലെ നീ നെഞ്ചത്ത് കൈവെപ്പിക്കരുതട്ടെ എന്നെ നീയും. വേണ്ട, പോട്ടെ. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അടുത്ത ചോദ്യമാണ്. അയ്യാ വെരി സോറി, ഒരു 1000 സോറി, സ്വർണ്ണക്കട്ടി ഞാൻ പാടാം ഒരു സോറി. അയ്യാ വെരി സോറി, ഒരു 1000 സോറി, സ്വർണ്ണക്കട്ടി ഞാൻ പാടാം. ഏതാണ് ഉത്തരം? ശ്രദ്ധിച്ച് പറയണം നീ. ഓപ്ഷൻസ് തരാം. ഐ ആം വെരി സോറി, ഒരു ഡാഷിന്റെ സ്ഥാനത്ത് എത്ര 1000 സോറിയാണ് വരുന്നത്? ഞാൻ ഇവിടെ ഓപ്ഷൻസ് തരാം. 4000 സോറി, 2500 സോറി, 3000 സോറി. ആലോചിച്ച് പറഞ്ഞാൽ മതി. പറയുമ്പോ ഇച്ചിരി കൂടുതൽ പറഞ്ഞേക്കാം. 4000 സോറി. 4000 സോറി ഉറപ്പാണല്ലോ അല്ലേ? കമ്പ്യൂട്ടർ ചോദിക്കാം. 4000 സോറി എന്നാണ് പറയുന്നത്. വളരെ കറക്റ്റാണ്. 4000 സോറി. വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ചേട്ടനപ്പം. ഇപ്പോ 25 രൂപ 75 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അതിന് ഞാനൊരു കാര്യം പറയുകയാണ്. ഒരു തവണ ഞാനും നമ്മുടെ മമ്മൂക്കയുണ്ട്, ഫിലിം സ്റ്റാർ മമ്മൂക്ക, ഞങ്ങൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് ഒരു പ്രോഗ്രാമിന് പോകണം. അപ്പൊ ഫ്ലൈറ്റിൽ നേരെ സിംഗപ്പൂർക്ക് ചെന്നിറങ്ങി. അവിടെ നിന്ന് നേരെ ഹോങ്കോങ്, ലണ്ടനിൽ ചെന്നിട്ട് ഫ്രാങ്ക്ഫർട്ട് വഴി ഫ്രാൻസിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ അമേരിക്കയ്ക്ക് പോവുകയാണ്. നോ സ്മോക്ക് പ്ലീസ്. ഓക്കെ, എന്താണ് അല്ല ഇതന്നെ സഞ്ചാരം എന്ന് പറഞ്ഞത്? ഇത്രയും രാജ്യങ്ങളിലൂടെ പോകാൻ നീ അല്ല ചേട്ടാ, ഞാൻ ഇത്രയും രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന് നാട്ടുകാരൊന്നും അറിയണ്ടേ? ഒരു കാര്യം ചെയ്യും, ഒരു ഫുള്ള് മേടിക്കാനുള്ള കാശിപ്പിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും തീരുമാനം ഉണ്ടോ? വില കളയില്ല കേട്ടോ. തല്ലി പിടിക്കാണ്ടിരിക്കും. അല്ല പ്ലീസ്, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അപ്പോ ചേട്ടന് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? എനിക്ക് ഇഷ്ടമുള്ള പാട്ട്? അതെ, അത് ഇപ്പോഴത്തെ എല്ലാ കുടിയന്മാർക്കും വേണ്ടിട്ട്, കുടിയന്മാർക്ക് വേണ്ടിട്ട് പാടാം. എല്ലാരും കുടിയന്മാർക്ക് മോനെ പൊയ്ക്കളയാ, എന്തോ പറ്റിയിട്ടുണ്ടോ?
ഇത്രയും ചിരി വേണ്ട. സോറി ആണല്ലേ, നിർത്തി. അപ്പൊ ചേട്ടന് ഇപ്പൊ നമ്മ കുടിയന്മാര് ഒരുപാട് വർദ്ധിച്ചു വരികയാണല്ലോ. അപ്പൊ ഒരുപാട് കുടിയന്മാര് മരിച്ചു കുടിച്ച് ഇനി ഭാവിയിൽ വരുന്ന കുടിയന്മാർക്ക്, യുവതലമുറ കുടിയന്മാരോട് ചേട്ടന് എന്താണ് പറയാനുള്ളത്? എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. പറഞ്ഞോളൂ. കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ 1000 പേർ വരും. കൂടെ നിർത്തുമ്പോൾ കൂടെ നിർത്താൻ നിന്നിഴൽ മാത്രം വരും. കുടിയ നിഴൽ മാത്രം വരും. എങ്ങനെയുണ്ട് സാർ? മാത്രം ഉണ്ടാവുള്ളൂ. വളരെ മനോഹരമായിരിക്കുന്ന എല്ലാ കുടിയന്മാർക്കും നമ്മുടെ ചേട്ടൻ പറയുന്ന ഈ പാട്ട് വളരെ അത്യാവശ്യമാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചേട്ടന് 100 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഒരു വക മദ്രസയിൽ പങ്കെടുത്തതിന് ചേട്ടന് എല്ലാ ഉത്തരങ്ങളും കറക്റ്റാണ്. ചേട്ടന് 100 രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇതാ പിടിച്ചോളൂ ചേട്ടന് 100 രൂപ. ഞാൻ വിട്ടു 100. ഇതെന്തിനാ? ഈക്വൽ ഷെയർ ഇല്ലാതെ ഞാൻ ഇന്നുവരെ അടിച്ചിട്ടില്ല. നമുക്കൊരു OPR ഫുൾ മേടിച്ച് അടിച്ച് പൊളിക്കാണ്.